വെൽക്കം ബാക്ക് ടു ഡ്രീം വൈബ്സ്. എല്ലാവർക്കും റംസാൻ കരീം. നമ്മളെ റംസാനിലെ ഫസ്റ്റ് നോമ്പ് ഫസ്റ്റ് വ്ളോഗ് റമളാനിലെ ഞങ്ങള് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളെ ഫസ്റ്റത്തെ നോമ്പ്. 15ാമത്തെ നോമ്പാണ്. ഫസ്റ്റ് നോമ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് റമളാനായിട്ട് സബ്സ്ക്രൈബിലേക്കൊക്കെ ചെയ്യും. ഞങ്ങൾ നോമ്പായിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ടില്ല കേട്ടോ. ഒന്നാമത് അങ്ങനെ ബിസിയായി. പിന്നെ എന്താ പറയാ, രണ്ട് മക്കളുമായിട്ട് ഷെബു അല്ലാതെ എൻഗേജ് ആയി പോയിരിക്കുന്നു. ഷെബുവിനെ ഇപ്പൊ പയമാരി കിട്ടുന്നില്ല. ഒരുത്തണ്ട അവിടെ ഇരിക്കണുണ്ടെങ്കില് ഒരുത്തിരിക്കണുണ്ട് അവിടെ. അനാൻഷാന്റെ വ്ളോഗും കണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങള്. അപ്പൊ ഇന്നെന്താണ് ഷെബു? പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു വ്ളോഗാണ്. ഇൻഷാല്ലാ നമ്മള് നിങ്ങളെ വ്ളോഗ് എങ്ങനെ എല്ലാവരും സജഷൻ ഒക്കെ പറയാം. നമ്മളെ വ്ളോഗ്സിൽ എന്തൊക്കെ കാണാന് കാര്യങ്ങളൊക്കെ സജഷനും കാര്യങ്ങളൊക്കെ പറയട്ടോ അല്ലേ. നമുക്ക് ആക്ച്വലി 2 ദിവസം പുറത്തുനിന്നായിരുന്നു കേട്ടോ ഇത് നോമ്പ് തുറ. അപ്പൊ നമ്മൾ ഇന്നിപ്പോ കുറച്ചൊന്ന് ഫ്രീ ആയി. കാരണം കൊറേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ട് ആൾക്കാർ വിചാരിക്കും നമ്മളിവിടെ പോയി എന്നൊക്കെ. എന്താ സംഭവിച്ചത്? പിന്നെ എല്ലാവർക്കും സുഖമാണ്. നാട്ടിലും ഉമ്മാരും വിശേഷങ്ങൾ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യാനൊക്കെ ചോദിക്കലുണ്ട്. എല്ലാവർക്കും സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അതിലെ സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ മദ്രസ നടന്നുകൊണ്ടിരിക്കുകയാണ്. മദ്രസയിൽ പോയിരിക്കാണ് കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങള്. അപ്പൊ ഞങ്ങൾ ഷെബു നേരെ നിങ്ങളെ വ്ളോഗിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഞാൻ ഇൻട്രോയിൽ മാത്രമേ ഉള്ളൂ. എവിടേക്കും കൊണ്ടുപോകും. പറഞ്ഞോ, അപ്പാന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അവിടെ അപ്പം അമ്മ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സമൂസ അങ്ങനെ ഇല്ലാണ്ടൊന്നും വേണ്ട. ഇവരൊന്നും അങ്ങനെ കരിയും വരും അങ്ങനെ വരാണ്ട് കഴിക്കൂല. അപ്പൊ നമുക്ക് കുറച്ച് ചെറുത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കാന്ന് വിചാരിച്ചു നോമ്പ് തുറക്കാന്. പിന്നെ അത്രേ ഉള്ളൂ. ഇന്ന് നമ്മളെവിടെയും പോകണ്ടോ ചെയ്യാം. എല്ലാവരും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ? എന്താണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? നമ്മളൊന്നും എടുത്തിട്ടൊന്നുമില്ലല്ലേ. നമ്മളെവിടെ ഇറങ്ങിയിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് ഈ നോമ്പുറക്ക് പോകും, പിന്നെ വീട്ടിലേക്ക് വരിക. പിന്നെ കുട്ടി ഷെബുനെ നോക്കണേ എന്തൊക്കെ ഈ പീരാനത്ത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കള പറയണെന്നില്ലേ. ആ നോട്ടായി നോക്കണേ കണ്ടോ. എന്റെ പൊണ്ണ് അപ്പന്റെ പൊണ്ണാണ്. എന്തൊക്കെ ഇങ്ങനെ പറയണേ. ഇതിന്റെ കൊറേ നേരം നോക്കണേ ക്യാമറയ്ക്ക് നോക്കിട്ട് എന്തൊക്കെ ഈ പറയണേ. ഓ പപ്പക്കില്ല ഉമ്മ, ഉമ്മച്ചിക്ക് മാത്രമേ ഉള്ളൂ. പാപ്പക്കുരു മടിക്കാം കടിക്കുരുമ്മ. പാപ്പക്കും മടി വെച്ച് തരൂല. ഓ ജമ്മ കിട്ടി വന്നോ കിട്ടി വലിയ ഇങ്ങോട്ട് പോവാന് ഓരോ തള്ളനെ മതി. ഓ വളരെ സ്നേഹിച്ചിട്ട് പപ്പക്കോ പാപ്പച്ചൂരും കൊടുക്കും. കൊടുക്കണില്ല. ഇന്നാരും ഇങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിക്കണതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോയിക്കോളാം ജമ്മ. ആദമ് ഇങ്ങനെ ആദമിന്റെ അടുത്ത് നോമ്പാണില്ലേ. നോമ്പിന് മുമ്പ് കൊടുക്കാൻ പറ്റില്ലെന്നുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ ആ അർത്ഥത്തിൽ മുമ്പ് കൊടുക്കണേ പ്രശ്നമുള്ളൂ. അങ്ങനെ ഉണ്ട്. ഞാൻ കണ്ടിരിക്കണ അങ്ങനെയാണ്. എന്നിട്ട് വിചാരം ഞാൻ പഠിച്ചിട്ട് അങ്ങനെയാണ്. അതായത് നമ്മൾ ആ ഒരു അർത്ഥത്തിലാണ് ഉമ്മ കൊടുക്കാൻ പാടില്ലാത്തത്. സ്നേഹത്തിൽ ഉമ്മ കൊടുക്കണ്ടെന്നില്ല നോമ്പിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? യെസ്, അങ്ങനെയാണ്. എന്റെ പൊന്നാണ്. ടാറ്റു എടുത്താ എല്ലാവർക്കും ടാറ്റു എടുത്താ. ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഇങ്ങനെയായിട്ട് സബ്സ്ക്രൈബ്. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ ഷെബു വ്ളോഗിലേക്ക് എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ മാത്രല്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ ഞാൻ ഉമ്മ തന്നിട്ടില്ല. ഞാൻ പെണ്ണുങ്ങൾക്ക് കൊടുക്കുള്ളൂ. അക്ക് തരൂല. തണുപ്പൊക്കെ മാറി എന്നാ ചൂടുമില്ല തണുപ്പുമില്ല. പക്ഷെ എന്നാലും ഭയങ്കര ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുന്ന ക്ലൈമറ്റിലെ ഇവിടെ മൊത്തം എനിക്ക് അലർജി കേട്ടോ. എനിക്ക് സൈനസിന്റെ ഇഷ്യൂ ഉള്ളത് നല്ല എപ്പോഴും അലർജിയാണ്. ഒരു തരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ തുമ്മി ഒരു ദിവസം ഞാൻ ഒരു 30 പ്രാവശ്യം തുമ്മണ്ടാവും.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങനത്തെ ജലദോഷം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പനിയല്ല, ഈ ജലദോഷം, തുമ്മല്. ഇരുന്ന് കാണുന്നോക്കി സോപ്പിന്റെ അടിയിൽ പൗതി, എന്റെ മക്കള് ഹനാൻഷാന്റെ ഫാൻസ് ആണ് കേട്ടോ. താഴത്ത് പൗതി ബാക്കി ഫുള്ള് ഹനാൻഷാന്റെ വ്ളോഗ്സ് ഇവര് കാണുള്ളൂ. അത് ഭയങ്കര രസമാണ് കണ്ടിരിക്കാനും. അപ്പൊ ഓക്കെ ബായ് അല്ല ഷെബു കൊണ്ടോ ബായ്ക്ക്. ആ പറയ് എന്താണ് എന്താ പരിപാടി? ഇതോ ഇത് ഗ്രീക്ക് യോഗട്ട് കേട്ടോ. ഫുൾ ഗ്രീക്ക് യോഗട്ട് ഭയങ്കര നല്ലതാണ്. അപ്പൊ ഞാനെന്താ അവനിക്കിപ്പോ വെറുതെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അവർക്ക് പോമഗ്രാനറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം. പിന്നെ കഴിച്ചോ, നാട്ടിൽ നിന്ന് കൊടുത്ത നല്ല ഒറിജിനൽ തേൻ. എന്നിട്ട് കുറച്ച് ഹണി ഇല്ലേ, നട്ട്സ് പൗഡർ വേണമെങ്കിൽ അതുകൂടെ കേട്ടോ. ഭയങ്കര ഇഷ്ടാട്ടോ. പൊലിവ് പൊലിവ്. മിക്സ് ചെയ്യട്ടെ. ഇതാ അദീമിന്റെ ഈവനിങ് സ്നാക്ക് കേട്ടോ. ഈവനിങ് അല്ല, അവനെന്താ നീറ്റത് എത്ര മണിക്കാ? അപ്പൊ അവൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കാനുള്ള സമയമില്ല. ഇതൊക്കെ മതി, ഇത് ധാരാളാ. ഇതൊക്കെ നല്ല ഫുൾ പ്രോട്ടീനും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി, ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ എനിക്കും കിട്ടിയാ കുഴപ്പമില്ല കേട്ടോ. നോമ്പ് തുറക്കുമ്പോ ബാങ്ക് കൊടുത്തിട്ട് ഞാൻ പള്ളിയിൽ പോട്ടോ. അപ്പം ഉമ്മ ഇവിടെ പത്തിരി ചൂടുന്നുണ്ട് കേട്ടോ. ഉമ്മ പത്തിരി എക്സ്പേർട്ടാണ്, പത്തിരിക്ക് നല്ലോണം ചൂടും. അപ്പോൾ പത്തിരി ചൂടിരിക്കണോ എന്താ. പിന്നെ പെണ്ണെവിടെ? പെണ്ണ് ഇവിടെ വയലൊക്കെ വെച്ചിട്ടുണ്ട്. വയൽ വെച്ചിട്ട് പുറത്തൊക്കെ ഇപ്പോൾ ഭയങ്കര കച്ചറായി കിടക്കുകയാണ് കേട്ടോ. കാറ്റും മഴയും പൊടിയും ഒക്കെ ആയിട്ട് എവിടേക്കാ പൂരി ഇവരെ പുറത്തേക്ക് ഇറക്കി വിടാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് മണ്ണും ചെളിയൊക്കെ ആയിട്ടായിരിക്കും അകത്ത് കയറാം. കമോൺ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള എല്ലാം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. 5:24 5:39 ബാങ്ക് കണ്ട. സമൂസയുണ്ട്. ഇവിടെയാണ് വൻ ഫ്രൂട്ട്സ് കട്ടിങ്ങൊക്കെയാണ്. ഓനാണ് ഫ്രൂട്ട്സിൻ്റെ മാനേജർമാർ. അത് കാട്ടിക്കൊടുത്തില്ല ഫ്രൂട്ട്സിൻ്റെ. ഇപ്പം അങ്ങനെ ഫ്രൂട്ട്സ് ചെറുതാക്കി വെട്ടണം. അവിടെ പല ഫ്രണ്ടും ഉണ്ട് കേട്ടോ. മുട്ട വെച്ച് ഇവിടെ ഇതൊക്കെ കാണിച്ചില്ലേ, നമ്മളെ എയർ ഫ്രയർ കാണിച്ചില്ലേ, ഇത് സെറ്റല്ലേ. ഇത് ഞങ്ങളെ സമൂസ ശരി. ഞങ്ങളെ എയർ ഫ്രയർ സാറില്ല എന്ത് പോട്ടെ. എണ്ണ മധുരം അപ്പൊ ഞങ്ങൾ എയർ ഫെയറിൽ ഇട്ടിട്ടാണ് സമൂസൊക്കെ ജസ്റ്റ്. സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് നമ്മളെ ഓർത്തില്ല, മറന്നുപോയി. കാരണം 2 ദിവസം ഞാൻ പറഞ്ഞല്ലോ ശമൂഷ. അപ്പൊ ഒക്കെ സെറ്റ് ആക്കും. അല്ല മറക്കാൻ കാരണല്ലേ 2 ദിവസം നമ്മൾ പുറത്തുനിന്ന് ഇരുന്നില്ല ബസ്. അപ്പൊ എല്ലാം ഒന്ന് പെട്ടെന്ന് അവിടെ ഉപ്പ് എടുക്കണം, എത്തിച്ചിനോ പോടാ വീട്ടിൽ പോടാ. എന്നിട്ട് പോ. അത് നോമ്പ് തുറക്കാൻ നേരത്തെ വിളിച്ചാ പോ. പൊട്ടിത്തെറിക്കും. ഇമ്മാരെ കഴിഞ്ഞ നോമ്പിനും മരം പൊട്ടിത്തെറിച്ചിട്ട് ഞങ്ങൾ മുട്ട വെച്ച് ഉണ്ടാക്കണതിലൂടെ തേങ്ങ നിറച്ചൊക്കെ വെച്ചിട്ടാട്ടോ മാവ്. ആ പോണ് തുറക്കണ കഷ്ണം വടിയുണ്ട്. പുടിച്ചാ ഓടി. അപ്പോൾ ഇതാ സമൂസേൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. ലാസ്റ്റ് റൗണ്ടാണ്. റാഫി ഖാൻ ഇവിടെ ഇതാ. എന്താ റാഫിയെ ഇതെന്താ റാഫി ഇത്? 3 പെട്ടി സ്ട്രോബെറി ഉണ്ട്. ഇത് നമുക്ക് ആകെ 5 കിട്ടിയത് തന്നെ. 3 പെട്ടിയിൽ എത്ര ഉണ്ട്? ഇതിപ്പോ 2 ദിവസമായിട്ടുള്ളല്ലോ വാങ്ങിച്ചിട്ട്. 3 ദിവസമായി.
ഇങ്ങനെ റാഫിദ ഇതൊക്കെ ഇട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് ഇനി നമുക്ക് എന്താ റാഫി ഇവിടെ ഉള്ളത് ഉമ്മതാ മുട്ട ബജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിതിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമുള്ളൂ. അതാ നമ്മൾ നോമ്പ് തുറയും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നോമ്പ് തുറയുടെയും ഫുഡിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ബിസി ആയിപ്പോയി. ആ സമയത്ത് നമ്മൾ ബിസിയും തിരക്കായില്ലോ. പിന്നെ നല്ല അലർജിയാണ്, അലർജി ആയിപ്പോയി, തുമ്മി ആകെ സീനായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ മൂക്കൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് പാർക്കിലോട്ടാണ് കേട്ടോ. ഇതാ ബസ്സിൻ്റെ ഇവിടെ. അല്ല താങ്കൾ എങ്ങോട്ടാ പോണേ? അയ്യേ താങ്കൾ എടുക്കുക. ഇതാ അദീമ നോക്കിട്ടോ, അദീമ കൊടുക്കണ്ടേ. അദീമ അടിയിൽ ട്രൗസറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ടീഷർട്ട് ഇട്ടിട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ രാത്രിയിലാണ് കേട്ടോ രസം. ഇപ്പൊ ആൾക്കാർ വന്ന് സമയമായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. 12 മണി 1 മണി അത്തായത്തിന്റെ സമയത്തൊക്കെ ഫുൾ ആൾക്കാരായിരിക്കും കേട്ടോ. ഇതാ വരുന്നു മേ അല്ലാ, ഇതിനൊരു ബെല്ലോ ബ്രേക്ക് ഇല്ലല്ലോ. ആ വൈക്കോ വൈക്കോ. ആ അമ്മ കണ്ടേ. ബസ്സിയേ ഇവിടെ നൈറ്റിലല്ലേ. അതാ പോയി ആരാണ്ടൊക്കെ പോണുണ്ട് കേട്ടോ. അതൊന്നും നോക്കിയടാ. അതാ ബാക്കിലുണ്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നൈറ്റിലല്ലേ പക്ഷേ പരിപാടികള്. നൈറ്റ് തന്നിട്ട് നോമ്പൊക്കെ തുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ടല്ലേ കടന്നിറങ്ങി സൗദി ആയിട്ട്. നമ്മള് അങ്ങനല്ല, നമ്മളിപ്പോ നേരത്തെ നമ്മള് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക്. സുബഹിസ്കാരം കഴിഞ്ഞിട്ടേ അതിന്റെ മോന് ഇതാ തിരക്കണൊക്കെ അതിന്റെ ഇടയിൽ കൂടെ. രാത്രി നമ്മള് വെറുതെ ഒന്ന് വന്നതാണ് കേട്ടോ ഇവിടെ. പിന്നെ കുട്ടികളൊന്നും കളിപ്പിക്കാന്ന് വിചാരിച്ചു. അതിനൊന്നും ആയിട്ടില്ല അല്ലേ, അതിനൊന്നും ആയിട്ടില്ല. ഇപ്പൊ അദീമ് കുറച്ചുകൂടി 2 വയസ്സാവണം കേട്ടോ. അതിന്റെ ആക്റ്റീവും കാര്യങ്ങളൊക്കെ കൂടിയപ്പോ പിടിച്ചാ കിട്ടില്ല. നല്ല കളിയില്ല. മാഷല്ലാ കുട്ടികള് കളിക്കട്ടെ അല്ലേ വസിയം. ആരോഗ്യം എല്ലാം ഉണ്ടാവുക കളിയിൽ കൂടെ തന്നെയാണ്. അതാ നല്ല കളിയിലാണ് കേട്ടോ. ഈ പറയുന്ന ഇവളിങ്ങനല്ല കേട്ടോ. ക്യാമറ ഓഫ് ആക്കിയ പെരുമ്പോൾ ഇവളാണ് ഇതിലേറെ ഉദ്ദേശിച്ചത്. കാലിപ്പോ കൊഞ്ഞാടും മറ്റേ കയറും. പക്ഷെ കൊഞ്ഞാട് നിലത്തെത്തും, നമുക്ക് അതിനെ അറിയണില്ല. കണ്ടോ നോക്ക്. ആ അങ്ങനെ പറഞ്ഞേ ഞാൻ പിടിച്ച് വല്ലേ. പിച്ചോക്കട്ടെ, പിച്ച് വെച്ച് പഠിച്ചട്ടെ പോട്ടെ. പറഞ്ഞുതരാട്ടോ, ഇങ്ങനെ കളിച്ചാൽ ആരോഗ്യം ഉണ്ടാവുള്ളൂ, തടിമലൊന്നല്ല കാര്യം. അവിടെ ഡേഞ്ചറാണ് നമുക്ക്. ഓക്കെ സെറ്റ്. ഞാൻ അതില് വാ പാപ്പനെ പൊന്ന്. ആ വേർപ്പിക്കും കുട്ടികൾ. ഇഞ്ഞിട്ടില്ല വാ. ആ ഞാൻ അവിടുന്നൊക്കെ വരുന്ന വരവൊക്കെ ഒരു പേടി ബേജാറില്ലാണ്. ഇപ്പൊ അവിടെ തൂങ്ങാണ് ആ പോണ്. വെരി ഗുഡ്. ഇല്ല മുറിയൊന്നും ആയിട്ടില്ല. പോട്ടാ വണ്ടി. ചെരുപ്പൊന്നുമില്ല കാലുമേ. നല്ല രസാട്ടോ. നമ്മളെ കോർണിശ്ശേരി അവിടെ ബ്രിഡ്ജൊക്കെ നല്ല അടിപൊളി ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട് അവിടെ. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ, പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട്. ഇവിടെ കണ്ടെങ്കിൽ ഒരുപാട് ഫുഡ് ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൗദികളാണ് ഇവിടെ ഇരിക്കാനൊരു ഏരിയ ഫുള്ള് അവരാണ്. ഉണ്ടോ ഫുള്ള് ഫുഡ് ട്രക്സും കാര്യങ്ങളാണ്. ചായ, ഐസ്ക്രീം, പിന്നെ മാത്രമല്ല സ്പ്രേ, വാച്ചുകൾ. ഈ ഭാഗം ഇവിടെ ഫുഡാണ്. ഇത് സ്പ്രേ, വാച്ചുകളൊക്കെയാണ്. അങ്ങോട്ട് അടുത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുൾ ഓണാണ്. അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഫുള്ള് പരിപാടി എന്തോ നടക്കുന്നുണ്ട് അവിടെ. അവിടെ ഇരിക്കണമൊക്കെ അവർ സുബൈക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ അവർ പോവുള്ളൂ. ഇവിടെ നല്ലൊരു ബ്രിഡ്ജ് ഉണ്ടത്, നല്ലൊരു ഫോട്ടോ ഒക്കെ സ്പോട്ടാണ്. ഞാൻ സൗണ്ട് കേട്ടിട്ട് വന്നതാണ്. ഷെബും കുട്ടികളൊക്കെ അവിടെ പോയി കളിക്കുന്നുണ്ട്. അടിപൊളി. ആക്കണേ വലിയ കുട്ടി കയറി അത് മാറി കൊടുത്താ ഉളപ്പ ഇടിച്ച് മറിച്ചിടും. അങ്ങനെ ശരിക്കും വന്നില്ല അത്രേ. കുട്ടിലാറും വലിയ കുട്ടിയാണ് അവള്. ആ ഇതൊക്കെ പോണൊരു പെല്ലും ബ്രേക്കും പേടിയില്ല. അത് മാറി കൊടുത്തളാ.
ചവിട്ടി മറിച്ചിട്ട് പോരുമല്ലോ. ആ 1 2 3 കുറച്ച് അത് കുറച്ച് വലുതാ. പോവാ നമുക്ക് പോവാ 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 സമയ ചെറുതിനെ പൊക്കിക്ക